നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആത്മീക യാത്ര എന്ന ഈ ചാനലിലൂടെ നമ്മൾ ഒരുപാട് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് വേർഡുകളെ കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും എല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഒരുപാട് പേർ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്താണ് എന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും താല്പര്യപ്പെടുന്നവരുണ്ട്. മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അവരുടെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നത് എന്നാൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് മാത്രമാണ് അവർ എല്ലാവരും തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നതും വീണ്ടും വീണ്ടും അതിലൂടെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ പലരും അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്നും അതുപോലെ തന്നെ ചുരുക്കം ചിലർ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയില്ല എന്നും പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർ പരീക്ഷിച്ചു നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും 1111 അല്ലെങ്കിൽ 111 എന്ന സംഖ്യ ഇടയ്ക്കിടെ കാണാറുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, നമ്മൾ രാത്രിയിൽ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ സമയം എന്ന് പറയുന്നത് 11:11 ആയിരിക്കും, അല്ലെങ്കിൽ 1:11 ആയിരിക്കും. മാത്രമല്ല, ഉച്ച സമയങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് 1:11 സമയം കാണുവാനിട വരും. ഇനി അഥവാ നമ്മൾ പോകുന്ന വാഹനത്തിൻ്റെ മുന്നേ 111 എന്നുള്ള ഒരു സംഖ്യ കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് അതൊന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴികളിലൂടെ ഈ 11, 111, 1111 എന്നുള്ള മാജിക്കൽ നമ്പർ ഇടയ്ക്കിടെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് എത്തിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം എന്നുള്ളത് പോസിറ്റിവിറ്റി നിറഞ്ഞ ഒന്നാണ്. പക്ഷെ നമ്മുടെ മനസ്സുകളിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ട്. അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എത്ര തന്നെ ചെയ്താലും അതിൻ്റെ ഫലം കുറച്ച് വൈകി മാത്രമേ നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഒരു പക്ഷേ നമ്മൾ പറയുമായിരിക്കും, ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്, ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഞാൻ ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് ഈ മെത്തേഡുകളെല്ലാം ചെയ്തു നോക്കുന്നത്, എന്നിട്ടും എൻ്റെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്ന് പറയുന്നവർ ഒരു കാര്യം ആലോചിക്കുക. നമ്മുടെ മനസ്സിനുള്ളിലെ നെഗറ്റിവിറ്റി എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ നെഗറ്റിവിറ്റികളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഏതൊരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാനും നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുവാനും നമ്മൾ ശ്രമിക്കണം എന്ന് പല വീഡിയോകളിലൂടെയും ഞാൻ പറയുന്നത്. അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ, അതും ഒരു ദിവസം നമ്മൾ ചെയ്തത് കൊണ്ടോ ഒരാഴ്ച ചെയ്തത് കൊണ്ടോ നമുക്ക് ഈ ഒരു മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ സാധിക്കുകയില്ല. തുടർച്ചയായിട്ട് നമ്മൾ ഏതൊരു മെത്തേഡ് പ്രയോഗിച്ചില്ലെങ്കിലും ധ്യാനം ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ വന്നെങ്കിൽ നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റി പരിപൂർണമായും ഒഴിഞ്ഞു പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഏതൊരു കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. ആ ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ 1111 എന്നുള്ള നമ്പരോ 111 എന്നുള്ള നമ്പരോ 11 നമ്പറുകളോ ഇടയ്ക്കിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജിയെ കൊണ്ട് തരുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ 1111 എന്നുള്ളത്. ഇത് നിങ്ങൾ ഇടയ്ക്കിടെ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത തേടിയെത്തുവാൻ സമയമായി, അതിനെ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറായിക്കോളൂ എന്ന് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന തന്നെയാണ്. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടെ ഈ ഒരു 1111 കാണുകയോ ഇനി അഥവാ ഇതിനെക്കുറിച്ച് കേൾക്കുവാൻ ഇടവരികയോ, ഇനി അതുമല്ല ഞാൻ ഇതൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല പക്ഷേ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരാണെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മെത്തേഡ് വെറും 11 ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് മുതൽക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. വെറും 11 ദിവസം മാത്രം മതി. ഞാൻ കൂടുതൽ ദിവസങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നില്ല. നമ്മളെല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞു. രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതുക. പലർക്കും പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഈ പ്രപഞ്ചത്തോട്
നേടിയെടുക്കുവാനുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ എന്താണോ നമ്മൾ ആരും അത് പുറത്ത് പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഓരോരുത്തർക്കും അവർ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കുവാൻ തയ്യാറാവുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുവാൻ വേണ്ടി നമ്മുടെ അനുഭവം നമ്മൾ രേഖപ്പെടുത്തുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ഇന്ന് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഒരു നോട്ട് പുസ്തകം എടുക്കുക. വരയിടാത്തതോ വരയിട്ടതോ നമ്മുടെ കൈകളിൽ ഏതാണോ ഉള്ളത് ആ ഒരു നോട്ട് പുസ്തകം എടുക്കുക. ഇനി കറുത്ത നിറത്തിലുള്ള മഷി ഒഴിച്ച് ബാക്കി ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിനുശേഷം നിങ്ങൾ മനസ്സിൽ ഏതൊരാഗ്രഹം നിറവേറി കിട്ടണമെന്നാണോ കരുതിയിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തുന്നത് പോലെ നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് സങ്കല്പിക്കുക. നിങ്ങളിലേക്ക് ആ കാര്യം എത്തുന്നത് പോലെ നമ്മൾ താഴെ തറയിൽ ഇരുന്നു കൊണ്ടോ കസേരകളിൽ ഇരുന്നു കൊണ്ടോ കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യത്തെ എത്തിച്ചു തരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകാതിരിക്കുവാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്തതിനു ശേഷം അതേ സന്തോഷത്തോടു കൂടി നമ്മൾ ആ കാര്യം സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി 11 പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടിയതായിട്ട് എഴുതുക. ഞാനിപ്പോൾ എനിക്ക് ഒരു പുതിയ കാർ വാങ്ങിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതുമെന്നാൽ ഞാൻ ആഗ്രഹിച്ച കാറിൻ്റെ പേരും നമുക്ക് ചേർത്തെഴുതാം. ആ വാഹനം എനിക്ക് ലഭിച്ചു, നന്ദി. നന്ദി എന്നുള്ള വാക്ക് നമ്മൾ അവസാനം എഴുതുവാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതുവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ വേർഡിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ലാസ്റ്റ് താങ്ക് യു എന്നും എഴുതാവുന്നതാണ്. ഇത് 11 പ്രാവശ്യം എഴുതണം. നമ്മുടെ ഉപബോധ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷത്തെ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ എടുത്തു പറയുകയാണ് ഈ എഴുത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടിയതായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ നമ്മൾ 11 പ്രാവശ്യം എഴുതുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ കാറിൻ്റെ ചിത്രവും അത് നേടിയെടുത്തു എന്നുള്ള ചിന്തയും അതിൽ നമ്മൾ യാത്ര ചെയ്യുന്നതായിട്ടുള്ള സങ്കല്പവുമായിരിക്കണം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് ഇതൊരു വീടായിക്കോട്ടെ, ഇനി അഥവാ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ ആ ആഗ്രഹമായിക്കോട്ടെ. ഉദാഹരണത്തിന് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കണമെന്ന്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കണമെന്ന്, അല്ലെങ്കിൽ തൊഴിലിൽ വരുമാനം വർദ്ധിക്കണമെന്ന്, പുതിയതായിട്ട് ഒരു തൊഴിൽ തുടങ്ങണമെന്ന്. ഞാൻ ഒരിക്കലും പറയുന്നില്ല 11 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറി കിട്ടുമെന്ന് ഞാൻ ഇവിടെ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനി ആ കാര്യം അവിടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം പോലും ഇടവിടാതെ 11 ദിവസവും എഴുതേണ്ടതാണ്. ഒരേ ആഗ്രഹം, വേറെ വേറെ ആഗ്രഹമല്ല, ഒരേ ആഗ്രഹം 11 പ്രാവശ്യം 11 ദിവസവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതുക. ഇനി നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഉച്ച സമയം 11:11 ആകുമ്പോൾ ഈ ഒരു ആഗ്രഹം 11 പ്രാവശ്യം എഴുതുക. അതും പെട്ടെന്ന് നമ്മളിലേക്ക് ഫലം എത്തിച്ചു തരുന്നതാണ്. ഇനി അഥവാ ഉച്ച സമയം 1:11 അതായത് 1 മണി മുതൽക്ക് 1:11 നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിഞ്ഞതിനു ശേഷം ആ കാര്യം നിങ്ങൾ അവിടെ ഉപേക്ഷിക്കുക. നിങ്ങൾ ഒരു കാറ് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അതവിടെ വിടുക. നമ്മൾ നമ്മുടെ ജോലികൾ തുടരുക തന്നെ വേണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പ്രപഞ്ചത്തെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി സ്വിച്ച് വേർഡുകൾ ചൊല്ലുന്നുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ നമ്മുടെ കടമകൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു തരും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 11:11 എന്നുള്ളത് നമ്മളിലേക്ക് ഒരു പുതിയ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സൂചനയാണ്. നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനുള്ള സമയമായി എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ മാലാഖമാർ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ഈ 111111 എന്നുള്ള ഒരു സമയം, അല്ലെങ്കിൽ ആ നമ്പറുകൾ. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചം തരുന്നത് സ്വീകരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറയാതെ ആർക്കും യാതൊരു കാര്യവും അറിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവർക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണ് എന്ന് അവർക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? അതുകൊണ്ടാണ് നമ്മൾ എഴുത്തിലൂടെ ഈ പ്രപഞ്ചത്തെ അറിയിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ
11 ദിവസവും എഴുതി കഴിയുമ്പോൾ ആ നോട്ട് പുസ്തകം നമ്മൾ മടക്കി എടുത്തു വയ്ക്കുക. പിന്നീട് നിങ്ങൾ 1 മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് എഴുതി വച്ചിരിക്കുന്ന ആ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറി കിട്ടിയിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പോലും ആ എഴുതി വെച്ച കാര്യം മറന്നു പോയിരിക്കും. പക്ഷേ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ആഗ്രഹിച്ച് എന്താണോ എഴുതിയിരിക്കുന്നത്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഉടനെ തന്നെ റിസൾട്ട് കിട്ടും. ഉടനെ, ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഉടൻ തന്നെ റിസൾട്ട് കിട്ടും. പക്ഷേ വലിയ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഒരു വലിയ ജോലി നമ്മളെ ഏൽപ്പിച്ചിട്ട് ഉടനെ ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല, കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിനും. ഒരു കാർ, ഒരു വാഹനം, ഒരു വിവാഹം എന്നെല്ലാം പറയുന്നത് അതിന് അതിൻ്റേതായ സമയമുണ്ട്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങൾ മാറ്റി ആ കാര്യത്തെ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സഹായിക്കുന്ന ഒരാളാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ആ പണം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള വഴി പ്രപഞ്ചം നമ്മളിലേക്ക് കൊണ്ടുതരും. നമ്മൾ അതിനെ നിരസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വഴി വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വഴി സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അതിലൊരിക്കലും നമ്മൾ പ്രപഞ്ചത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു സമയമെടുക്കും. അതുവരെയും നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. പക്ഷെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇടയ്ക്കിടെ തുറന്നു നോക്കണം എന്നൊന്നും നമ്മൾ ചിന്തിക്കുകയും വേണ്ട. വെറും 11 ദിവസം, ഇപ്പോൾ മുതൽക്ക് നമുക്ക് തുടങ്ങാം. ഈ വീഡിയോ നിങ്ങൾ ഇന്ന് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നോട്ട് പുസ്തകവും പേനയും എടുത്തോളൂ, എഴുതുവാൻ തുടങ്ങിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഒരുപാട് കാലതാമസം വേണ്ട. 3 മാസമോ 6 മാസമോ ഇത്രമാത്രം സമയം മതി. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരുപാട് വലിയ സമയമൊന്നുമല്ല. 3 മാസം 6 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ കാലങ്ങളായി കാത്തിരിക്കുകയാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി. അത്രയും കാലം നമുക്ക് കാത്തിരിക്കാമെങ്കിൽ വെറും 3-6 മാസം കാത്തിരിക്കുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും 100-ൽ 101% ഞാൻ ഉറപ്പ് പറയുകയാണ്, ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടും. ഒരു സംശയവും വേണ്ട, യാതൊരു വിധത്തിലുള്ള സംശയവും നമുക്ക് വേണ്ട. നമ്മൾ വെറുതെ എഴുതി വെച്ചാൽ മാത്രം മതിയാകുന്നതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റികളെ കളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയും പോസിറ്റീവായിട്ടുള്ള സംസാര രീതികളോടുകൂടിയും പോസിറ്റീവായിട്ടുള്ള മനസ്സോടുകൂടിയും നമ്മൾ എഴുതുക. എങ്കിൽ ഫലം 100% ഉറപ്പ്. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ ഫലം കണ്ട് ഞെട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടുതലായിട്ട് ആവശ്യമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.